സിംഹവും എലിയും. കാടിന്റെ രാജാവായിരുന്നു കേസരി എന്ന സിംഹം. അവന്റെ ഗർജനം കേട്ടാൽ എല്ലാ മൃഗങ്ങളും പേടിച്ചു വിറയ്ക്കും. ഒരു ദിവസം ഭക്ഷണം കഴിഞ്ഞ് ഒരു മരച്ചുവട്ടിൽ കേസരി സുഖമായി ഉറങ്ങുകയായിരുന്നു. ആ വഴിവന്ന കുറുമ്പനായ കുഞ്ഞൻ എന്ന എലി ഉറങ്ങുന്ന സിംഹത്തെ കണ്ടില്ല. അവൻ കേസരിയുടെ ശരീരത്തിലൂടെ ഓടിക്കയറി. പെട്ടെന്ന് ഞെട്ടിയുണർന്ന കേസരി തന്റെ ഉറക്കം മുടക്കിയ കുഞ്ഞനെ കൈയിലെടുത്തു. "എന്നെ ഒന്നും ചെയ്യല്ലേ രാജാവേ, ഞാൻ അറിയാതെ ചെയ്തതാണ്. എന്നെ വെറുതെ വിട്ടാൽ എന്നെങ്കിലും ഞാൻ അങ്ങയെ സഹായിക്കാം," കുഞ്ഞൻ കരഞ്ഞുകൊണ്ടു പറഞ്ഞു. കുഞ്ഞന്റെ സംസാരം കേട്ട് കേസരിക്ക് ചിരി വന്നു. "നീ എന്നെ എങ്ങനെ സഹായിക്കാനാണ്?" എങ്കിലും അതിന്റെ നിസ്സഹായത കണ്ട് കേസരിക്ക് ദയ തോന്നി. അവൻ കുഞ്ഞനെ വെറുതെ വിട്ടു. കുഞ്ഞൻ നന്ദി പറഞ്ഞു ഓടിപ്പോയി. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം വേട്ടക്കാർ കാട്ടിൽ ഒരു വലിയ കെണി വെച്ചു. അതുവഴി വന്ന കേസരി ആ കെണിയിൽ കുടുങ്ങിപ്പോയി. കേസരി എത്ര ശ്രമിച്ചിട്ടും കെണിയിൽ നിന്ന് രക്ഷപ്പെടാനായില്ല. അവന്റെ ഗർജനം കാട് മുഴുവൻ മുഴങ്ങി. ആരും അവനെ സഹായിക്കാൻ ധൈര്യപ്പെട്ടില്ല. ഈ ഗർജനം കേട്ട് കുഞ്ഞൻ എലി ഓടിവന്നു. തന്റെ ജീവൻ രക്ഷിച്ച സിംഹം അപകടത്തിലാണെന്ന് അവന് മനസ്സിലായി. "പേടിക്കേണ്ട രാജാവേ, ഞാൻ സഹായിക്കാം," കുഞ്ഞൻ പറഞ്ഞു. കുഞ്ഞൻ തന്റെ മൂർച്ചയുള്ള പല്ലുകളുപയോഗിച്ച് കെണിയുടെ കയറുകൾ ഓരോന്നായി കടിച്ചു മുറിക്കാൻ തുടങ്ങി. കുറേ നേരത്തെ പരിശ്രമത്തിനുശേഷം അവനൊരു വലിയ ദ്വാരമുണ്ടാക്കി. ആ ദ്വാരത്തിലൂടെ കേസരിസിംഹം പുറത്തുവന്നു. അവൻ കുഞ്ഞനെ സ്നേഹത്തോടെ നോക്കി. "ചെറിയവനാണെങ്കിലും നിന്റെ സഹായം വളരെ വലുതാണ്. നീ എന്റെ ജീവൻ രക്ഷിച്ചു," കേസരി നന്ദിയോടെ പറഞ്ഞു. അന്നുമുതൽ കേസരിയും കുഞ്ഞനും നല്ല സുഹൃത്തുക്കളായി. വലുപ്പത്തിലല്ല, മനസ്സിലാണ് കാര്യം എന്ന് അവർക്ക് മനസ്സിലായി.